ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ. നമുക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അബദ്ധങ്ങൾ പറ്റാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചുരിദാർ കട്ട് ചെയ്യുന്ന സമയത്ത് ഹിപ്പ് വിഡ്ത്ത് മാർക്ക് ചെയ്തത് കുറച്ചിട്ടാണ് ചെയ്തത്. 24 ഇഞ്ച് വിഡ്ത്ത് വേണ്ട ഭാഗത്ത് 22 ഇഞ്ച് മാത്രമേ അവർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്നാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ചുരിദാർ സ്റ്റിച്ചിങ് മൊത്തത്തിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ചെറിയൊരു വീഡിയോ എടുത്തതാണ്. ഇതിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി എടുത്തിട്ടുള്ള വീഡിയോ അല്ല. അത് കാരണം ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിൽ പലർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ കട്ടിങ്ങിൽ അബദ്ധം സംഭവിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ചുരിദാറൊക്കെ ടൈറ്റ് ആവുന്ന സമയത്തും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ്. ഞാനിവിടെ ആ ഹിപ്പിൻ്റെ ഭാഗത്ത് മാത്രമേ വിടുത്ത് കൂട്ടുന്നുള്ളൂ. ഇതേ രീതിക്ക് നിങ്ങൾക്ക് വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം മുതലോ അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗം മുതലൊക്കെ ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പം ഞാനിവിടെ എന്തായാലും സ്ലിറ്റിൻ്റെ ഈ ഒരു മുകൾ വശത്തേക്കായി ഒരു 4 ഇഞ്ചോളം സ്റ്റിച്ച് അയച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ പഴയൊരു ചുരിദാർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കിത് ആക്ച്വലി ലൂസോ കാര്യങ്ങളോ ഒന്നുമില്ല, എങ്കിലും അവർക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് പഴയൊരു ചുരിദാർ എടുത്തേ എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ സ്ലിറ്റിൻ്റെ മുകൾ വശത്തേക്കായി ഒരു 4 ഇഞ്ചോളം സ്റ്റിച്ച് അയച്ച് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ 4 ഇഞ്ച് അയച്ചെടുത്തു. ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നന്നായി തന്നെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുകയും കൂടി ചെയ്യുക. ആ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് അയച്ചെടുത്തത് കാരണം പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് അഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ ആ ഒരു ഭാഗം നന്നായി തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയും കൂടി ചെയ്യുക. ഓക്കെ, ശേഷം ഇതുപോലെ ഇപ്പം നമ്മൾ സ്റ്റിച്ച് അയച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തെ സ്റ്റിച്ചിങ് അലവൻസിൻ്റെ ഫാബ്രിക്കിനെ കറക്റ്റ് ഇതുപോലെ വെച്ച് ആ ഒരു ഭാഗം നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഏതൊരു ഭാഗത്താണോ സ്റ്റിച്ച് അയച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു എക്സ്ട്രാ പീസ് ഫാബ്രിക്കിനെ നമ്മുടെ ബോഡി പീസിൻ്റെ ചീത്ത വശത്തേക്കായി വരുന്ന രീതിക്ക് കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുകയും കൂടി ചെയ്യാം. ഇതുപോലെ ഞാനിവിടെ ഒന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പീസ് ഫാബ്രിക് എടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് അതേ പീസിലുള്ള ഫാബ്രിക് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ബെറ്റർ, അത് തന്നെ എടുത്തോളൂ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞുള്ളത് പഴയൊരു ചുരിദാറാണ്. അത് കാരണം ഇതിൻ്റെ വെട്ട് പീസോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല. അത് കാരണം ഞാൻ മറ്റൊരു പീസിൽ ഇവിടെ വെച്ച് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 12 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെ നല്ല വശം പുറമേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് നടുമടക്കി എടുക്കണം. എന്നിട്ട് ഈ ഒരു പീസിനെ വീണ്ടും ഒന്നുകൂടി നടുമടക്കി എടുക്കണം. കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് നമ്മുടെ ഫാബ്രിക്കിനെ 4ആയി നടുമടക്കി എടുത്തിട്ടുണ്ട്. ശേഷം മടക്ക് വശത്തായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് എടുക്കണം. ഓപ്പൺ സൈഡിലുള്ള മടക്ക് വശത്താണ് നമ്മളിവിടെ മാർക്കിങ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഹിപ്പിൻ്റെ റൗണ്ടിൽ 3 ഇഞ്ചാണ് എക്സ്ട്രാ ലൂസ് കൊടുക്കാൻ വേണ്ടി കരുതുന്നത്. അപ്പോൾ ഒരു സൈഡിൽ 1.5 ഇഞ്ചും ഒരു സൈഡിൽ 1.5 ഇഞ്ചും, അങ്ങനെ ടോട്ടൽ 3 ഇഞ്ച്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഈ ഒരു 1.5 ഇഞ്ചിൻ്റെ പകുതി 3/4 ഇഞ്ച് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇരുവശങ്ങളിലേക്ക് കൂടി ചേർത്തിട്ടാണ് 1.5 ഇഞ്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ 3/4 ഇഞ്ച് അതിൻ്റെ പകുതി ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മടക്ക് വശത്ത് നിന്നും അകം വശത്തേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലൂസ് വേണം എന്നുള്ളതൊക്കെ കറക്റ്റ് നോക്കുക. എന്നിട്ട് ഇപ്പോൾ ഒരു 4 ഇഞ്ചാണ് ലൂസ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇരുവശങ്ങളിലും 2 ഇഞ്ച് വീതം എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളിവിടെ 1 ഇഞ്ച് വേണം മാർക്ക് ചെയ്തെടുക്കാൻ. അതായത് ആ 2 ഇഞ്ച് ലൂസിൻ്റെ പകുതി വേണം ഈ ഒരു ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്തായാലും 3/4 ഇഞ്ച് മാത്രമേ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. ശേഷം ഈ ഒരു താഴ്വശത്ത് നിന്നും മുകൾ വശത്തേക്കായി ഒരു 5 ഇഞ്ചോളം കൂടി ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് 4 ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് കൊടുക്കാം. ഞാനിവിടെ 5 ഇഞ്ച് തന്നെ കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ 4 ഇഞ്ചായിരുന്നു ചുരിദാറിൻ്റെ സ്ലിറ്റ് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനേക്കാൾ 1 ഇഞ്ച് എക്സ്ട്രാ ചേർത്താണ് ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നത്. ശേഷം ഈ ഒരു ഫാബ്രിക്കിൻ്റെ സെൻറ്റർ ഭാഗവും കൂടി കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർട്ടൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വരയ്ക്കുന്ന അതേ രീതിയിൽ ഈ ഒരു പോയിന്റിൽ നിന്നും താഴ്വശത്ത് നമ്മൾ 3/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് ഒന്ന് ചെരിച്ച് വരച്ചെടുക്കണം. ഇതുപോലെ ഇരുവശങ്ങളിലേക്കുമായിട്ട് ഞാനൊന്ന് ചെരിച്ച് വരച്ചെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്ലിറ്റ് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ വരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ലൈനിൻ്റെ മുകൾ വശത്ത് കറക്റ്റ് വരുന്ന രീതിക്ക് നമ്മുടെ ചുരിദാർ പീസിനെ ഒന്ന് വച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവും. 1.5 ഇഞ്ചാണ് ഞാനിവിടെ താഴ്വശത്തെ വീതി കൊടുത്തിട്ടുള്ളത്. എനിക്കിവിടെ ടോട്ടൽ 3 ഇഞ്ചാണ് ഞാനിവിടെ വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഞാനിവിടെ അതിൻ്റെ പകുതി 1.5 ഇഞ്ച് ഒരു വശത്തായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ലൈനിൻ്റെ മുകൾ വശത്തായിട്ട് കറക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുള്ള സ്ലിറ്റിൻ്റെ ഈ ഒരു ഭാഗത്തെ കറക്റ്റ് ഒന്ന് വെച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്ലിറ്റ് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തെ സ്റ്റിച്ചിങ് അലവൻസിൻ്റെ ഫാബ്രിക്കിനെയൊക്കെ
ബോഡി പീസിൻ്റെ ചീത്ത വശത്തേക്കായി വെച്ച് ഒന്ന് പിൻ ചെയ്തെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നല്ല ചുരിദാറിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം ഒന്ന് അയൺ ചെയ്ത് തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ പഴയ ചുരിദാർ ആയത് കാരണമാണ്, ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കാത്ത ചുരിദാറാണ്, അപ്പോൾ അത് കാരണമാണ് അയൺ ചെയ്തെടുക്കാത്തത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ലൈനിൻ്റെ കോർണർ ഭാഗവും നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ ആ ഒരു പോയിൻറ്റും തമ്മിൽ ഇതുപോലെ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിക്ക് കറക്റ്റ് ഒന്ന് ലെവലിൽ വെച്ച് പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് ഫാബ്രിക്കിനെ ബോഡി പീസിൻ്റെ ചീത്ത വശത്തായിട്ടാണ് വെച്ചെടുക്കേണ്ടത്. ഓക്കെ, ആ ഒരു പീസിൻ്റെ മുകൾ വശത്തായിട്ട് വേണം നമ്മുടെ ബോഡി പീസിൻ്റെ നല്ല വശം കിട്ടാൻ. നിങ്ങളിത് ഞാൻ വെച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശേഷം ഇതിൻ്റെ മുകൾ വശം ഈ ഒരു പോയിൻ്റ് കറക്റ്റ് ലെവൽ ചെയ്തിട്ട് ഞാനിവിടെ ഒന്ന് പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേ രീതിക്ക് നമുക്ക് താഴ്വശം വരെ നമ്മളിപ്പോൾ സ്ലിറ്റ് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം വരെ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ലൈനിനോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാൻ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ലൈനിൻ്റെ കറക്റ്റ് ഷേപ്പിൻ്റെ മുകൾ വശത്തായിട്ടാണ് ഈ ഒരു സ്ലിറ്റ് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തെ വച്ചെടുക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വെച്ച് പിൻ ചെയ്തെടുത്തതിന് ശേഷം താഴ്വശത്തായിട്ട് 1 ഇഞ്ചോളം എക്സ്ട്രാ ഫാബ്രിക് ഉണ്ട്. അപ്പോൾ അതിനെയും കൂടി ഞാനിവിടെ ചീത്ത വശത്തേക്കായി ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഈ ഒരു ഭാഗം ഒന്ന് വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ വെച്ചെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് എക്സ്ട്രാ ചേർത്തത് കാരണം ഞാൻ ആ ഒരു 1 ഇഞ്ച് അകംവശത്തേക്കായി ഒന്ന് മടക്കി കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ കറക്റ്റ് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു മടക്കലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസം വരണ്ടെന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഓരോ കോർണർ ഭാഗത്തെത്തുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നീഡിൽ മാത്രം കുത്തി താഴ്ത്തുക, എന്നിട്ട് ഫാബ്രിക്കിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതേ രീതിയിൽ നമ്മൾ ഈ ഒരു പോയിന്റിലെത്തുന്ന സമയത്ത്, സെൻറ്റർ പോയിന്റിലെത്തുന്ന സമയത്ത് നമ്മുടെ നീഡിൽ മാത്രം കുത്തി താഴ്ത്തി എടുക്കുക. ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്കും നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ ഇതേ ഞാനിവിടെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തായി ഈ ഒരു പീസ് ഫാബ്രിക്കിനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നിങ്ങളെല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സെയിം ഫാബ്രിക് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. അതുപോലെ സെയിം കളർ ത്രെഡ് യൂസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാനിവിടെ റഫായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അപ്പോൾ അത് കാരണമാണ്. ശേഷം നമുക്ക് ഈ ഒരു പിന്നെല്ലാം ഒന്ന് ഊരി മാറ്റിയതിന് ശേഷം എക്സ്ട്രാ ഫാബ്രിക്കിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, അപ്പോൾ ലോക്ക് ചെയ്യുന്ന മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസ് ഇട്ടിട്ടതേ ചുറ്റിലും ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റി അതിന് ചുറ്റിലും നമുക്കൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ലോക്ക് ചെയ്യാത്ത, അതായത് നോർമൽ മെഷീനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം ഒരു 1/4 ഇഞ്ചോളം അകംവശത്തേക്ക് വെച്ച് മടക്കിയിട്ട് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്കിതിൻ്റെ അകംവശം കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ ഇതേ രീതിയിൽ തന്നെ അടുത്ത ഭാഗവും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് 3 ഇഞ്ചോളം എക്സ്ട്രാ ലൂസ് വെച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതൊന്നുമല്ല, ഞാൻ നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അവർ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു, ഒത്തിരി സന്തോഷമായി. അപ്പോൾ മറ്റുള്ള ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അവർക്ക് കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.